പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, ആരാണ് ഭാഗ്യവാന്മാർ? സങ്കീർത്തനം 32 അധ്യായം 1-2 വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കടക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ സ്തോത്രം കർത്താവേ. അപ്പാ, നാം നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നപ്പാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം നിൻ്റേതാണപ്പാ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പാ. മനുഷ്യ സ്വരമല്ലപ്പാ, നിൻ്റെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേപ്പാ. ഞാനോ കുറയണം, നീയോ വളരണപ്പാ കർത്താവേ. അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ വിടുതൽ പ്രാപിപ്പാൻ നീ സഹായിക്കണമേപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിനായി രക്തം ചൊരിഞ്ഞു. ആ രക്തം നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. 1 കൊരിന്ത്യർ 1 അധ്യായം 7-8-9 വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അതായത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം. നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് പാപപരിഹാരം പ്രാപിച്ച് ഹൃദയശുദ്ധി ഉള്ളവരായി തീരുന്നോ അവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ ഓർക്കും, ഈ ലോകത്തിൽ ഭയങ്കര പണവും പദവിയും കാറും ബംഗ്ലയും എല്ലാം ഉള്ളവർ ഭാഗ്യവന്തരാണെന്ന്. പ്രിയ മക്കളെ, അതെല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപപരിഹാരം പ്രാപിച്ച് ഹൃദയശുദ്ധിയുള്ളവരായി തീരുന്നോ അവരാണ് ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ പണസൗകര്യങ്ങളും ജോലിയോ സൗന്ദര്യമോ ആരോഗ്യമോ പണമോ പദവിയോ ഇതൊന്നും നമ്മളെ ഭാഗ്യവന്തരാക്കുന്നില്ല. ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് നമ്മളെ വിട്ടു പോകുന്നതാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം നിത്യജീവന് ബാധ്യസ്ഥരായി തീർന്നാൽ നാം ഭാഗ്യവന്തരാണ്. നമ്മൾ നിത്യജീവനിലേക്ക് കടക്കുന്നവരായി തീരണം. നമ്മൾ പറയും, അയ്യോ അവൻ അതുണ്ട് ഇതുണ്ട്, അവൻ ഏലത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്, തേയിലത്തോട്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, അവന് എന്ത് കുറവാന്ന്. പ്രിയ മക്കളെ, ഇതാ ഏലത്തോട്ടമുള്ളവരുടെ ഏലം മുഴുവനും ചൂട്ടുകാറ്റ കരിയുന്ന പോലെ കരിഞ്ഞു പോയിരിക്കുകയാണ്. അവർ ഭാഗ്യവന്തരല്ല. ഭാഗ്യവന്തരെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഭാഗ്യവന്തരാണ്. അതുപോലെ തന്നെ ഇരമ്യാവ് 17 അധ്യായം 7-8 വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എത്രയോ നല്ലത്. നമ്മുടെ
സ്വന്തക്കാരിലോ ബന്ധക്കാരിലോ മാതാപിതാക്കളിലോ ഭർത്താവിലോ ഭാര്യയിലോ മക്കളിലോ ഒന്നും നമ്മൾ ആശ്രയിക്കരുത്. നമ്മുടെ ആവശ്യഭാരങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തു. നമ്മുടെ ബൈബിളിൻ്റെ മധ്യഭാഗത്തിലുള്ള വാക്യം തന്നെ കീർത്തന 118 വാക്യം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മൾ ഒരു മനുഷ്യനിലും ആശ്രയം വയ്ക്കരുത്. നമ്മൾ യഹോവയിൽ മാത്രം ആശ്രയം വെച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണെന്ന് അത് ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. യഹോവയിൽ ആശ്രയിക്കുന്നവർ എങ്ങനെയുള്ളവരാണെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അതിൻ്റെ ഇല വാടിപ്പോകത്തില്ല, അതെപ്പോഴും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. പ്രിയ മക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നാൽ എത്ര കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും അവരുടെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ വാടിപ്പോകത്തില്ല. ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവവുമായിട്ട് അന്യോന്യതയല്ലി കഴിയുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊരു ധൈര്യം അവരുടെ ജീവിതത്തിൽ കാണും. ചന്ദ്രമേശ അപേന്ദ്രോ അവർ ഭയങ്കര കഷ്ടത്തിന് നടുവിൽ വന്നു. എന്താണ് അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടം? നെബൂഖദ്നേസർ രാജന് ഒരു ഭയങ്കര സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ട് 30 ദിവസം ഈ ബിംബത്തിന് എല്ലാവരും നമസ്കാരം അടിച്ച് മുട്ടുമേൽ നിന്ന് തമ്പുരു വീണ നാഗസ്വരം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും മുട്ടുകുത്തി ഈ ബിംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നെബൂഖദ്നേസർ ഒരു തീരുമാനിച്ച് ഇട്ടു. അതുപോലെ തന്നെ ആര് പ്രാർത്ഥിക്കുന്നില്ലയോ അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുമെന്നും പറഞ്ഞിരിക്കുന്നു. തീച്ചൂളയിൽ ഇടുന്നെങ്കിൽ ഇടട്ടെ, ഞങ്ങൾ അതിൽ മരിക്കാൻ റെഡിയാണ്. അതിൽ നിന്നും വിടുവിക്കാൻ ശക്തവാനാണ് എൻ്റെ ദൈവം. അവരങ്ങനെ ചന്ദ്രമേശോ അപേന്ദ്രോ തീരുമാനിച്ച് തമ്പുരു വീണ നാഗസ്വരം എല്ലാം കേട്ടപ്പോൾ എല്ലാവരും സ്വർണബിംബത്തിൻ്റെ മുമ്പിൽ കമന്നടിച്ച് എല്ലാവരും നമസ്കാരം അടിച്ചു. എന്നാൽ ചന്ദ്രമേശക്ക് അപേന്ദ്രോ ചെയ്തില്ല. അത് പോയി കണ്ടവർ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടനെ പറയുകയാണ്, ഈ തീപ്പൊയ്യ മതിയാകത്തില്ല, 7 മടങ്ങ്. ഇവരുടെ ദൈവം ആരാണെന്നുള്ള അവനറിയാം, ആ നെബൂഖദ്നേസറിന് അറിയാം. അതിനെന്ത് പറഞ്ഞെന്നറിയോ? 7 മടങ്ങ് കൂടുതൽ തീ കത്തിച്ച് ഇവരെ ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ അതിനകത്തിടാൻ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ചെയ്തു. ഇടാൻ പോയവരുടെ മേത്ത് കയറി തീ പിടിച്ചു. ഇവരെ വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ തീക്കകത്തൂടെ നടന്നു. അവരുടെ മുടിയേൽ ഒരു തീവാസന വന്നില്ല, അവരുടെ ശരീരത്തിൽ ഒരു തീവാസന വന്നില്ല. 3 പേരെ ഇട്ടു. രാജനിങ്ങനെ സിംഹാസനം തിരുന്നുകൊണ്ട് നോക്കുമ്പോൾ 3 പേർക്ക് പകരം 4 പേര് തീക്കകത്തൂടെ നടക്കുന്നു. യോ, ഒരു രാജകുമാരനെ പോലെ ഒരു വ്യക്തി കാണുന്നല്ലോ. നമ്മുടെ ദൈവം ആരാണ്? പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് കടഭാരം വന്നാലും ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്നെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. നീ കണ്ണുനീർ ഒഴുക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തു. നീ ഭയപ്പെടരുത്, നീ പിന്തിരിഞ്ഞു പോകരുത്. ഒരു കാരണവശാലും പിന്തിരിയാൻ പാടില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മളെ
ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആ തീക്കകത്ത് ആരിറങ്ങി വന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇറങ്ങി വന്നു. അവരുടെ തലമുടി പേര് പോലും കരിഞ്ഞു പോയില്ല, അവരിട്ടിരുന്ന ഡ്രസ്സ് പോലും കരിഞ്ഞു പോയില്ല. അപ്പോൾ ഇവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇവരുടെ ദൈവം സത്യദൈവമാണ്. ഈ ദൈവത്തെ മാത്രമേ ഇനി ആരാധിക്കാവൂ എന്നും പറഞ്ഞ് രാജൻ എല്ലാവർക്കും എഴുത്തെഴുതി എല്ലാവരും വിവരം അറിയിച്ചു. പ്രിയ മക്കളെ, നമ്മൾ ജീവിക്കുന്നെങ്കിൽ യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. മരിക്കുന്നെങ്കിലും നമ്മൾ യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടമാണ്. കീർത്തന 1-ാം അധ്യായം 1-2 വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുണ്ടെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അയ്യോപ്പാ എന്താ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്നറിയാവോ? അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അല്ലാത്തവർ ചുമ്മാതെ കഥപുസ്തകം വായിക്കുന്ന പോലെ ഏതോ ഒരു അധ്യായം വായിച്ചേച്ച് എഴുന്നേറ്റ് പോയാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും കിട്ടത്തില്ല. നമ്മൾ പുസ്തകം ചകഞ്ഞു പെറുക്കി, കോഴി ചകയുന്ന പോലെ നമ്മൾ ചകഞ്ഞു പെറുക്കി നമ്മൾ വായിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കാൻ പോകുന്നോ, എങ്ങനെയെല്ലാം ഉണ്ടോ, അതെല്ലാം ഈ ബൈബിളിനകത്തുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17 വാക്യം, ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. യേശുവിനെ യഥാർത്ഥ രീതിയിൽ ആരറിയുന്നോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ. കർത്താവായ യേശുവിനെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, ദൈവമാണ് ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എത്രയോ ജ്ഞാനികൾക്കും ബുദ്ധിമാന്മാർക്കും ഈ സത്യം മറവായിരിക്കുകയാണ്, അവർക്കത് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. മക്കളെ, അവൻ്റെ മക്കളായി തീരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. നമ്മൾ ഈ സത്യം മനസ്സിലാക്കി. ഏത് സത്യമാ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ളതും, അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നത്. ആ സന്തോഷം അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ആ സന്തോഷം, അവൻ്റെ മക്കളായി തീരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുകയും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അന്യോന്യതയിൽ നടക്കുകയും ചെയ്ത് നിത്യജീവന് ആര് ബാധ്യസ്ഥരാകുന്നോ അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം ലഭിക്കാത്തവർ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ആ ഭാഗ്യം എനിക്കും വേണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അന്യോന്യതയിൽ ജീവിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ്, ഞാൻ അനേക പാപം ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മകനായി ജീവിക്കും എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ജീവിതത്തിൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞേച്ച് നമ്മൾ പുറകോട്ട് നോക്കരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. ആ ക്രൂശിനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക. നമ്മൾ താളടിയായി പോകരുത്. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ
ഒരു ഭയങ്കര ഇമോഷൻ അങ്ങോട്ട് കയറിയിട്ട് എല്ലാവരും ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് മുതൽ യേശുവിന് വേണ്ടി ജീവിക്കും തീരുമാനമെടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ തീരുമാനമെല്ലാം മറന്ന് പഴയ പടിയിലേക്ക് പോകും. അത് ശരിയായ തീരുമാനമല്ല. യഥാർത്ഥമായിട്ട് ഹൃദയാംഗമായി നിന്റെ ശരീരാത്മ പ്രാണ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി മരിക്കും. ഇനി നമുക്കധികം സമയമില്ല മക്കളെ. ദൈവം തമ്പുരാൻ വന്ന് വാതിക്കൽ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് ആ യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുക. പണമോ പദവിയോ അതെല്ലാം നമുക്ക് തരും ദൈവം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ നമുക്ക് സകലവും 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 തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒന്നും തേടി പോകണ്ട, നമുക്കെല്ലാം പുറകെ ദൈവം തരും. നീ എല്ലാം തേടി പോകും തോറും അതുകൊണ്ടൊന്നും നിൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവും കിട്ടത്തില്ല. നമ്മൾ മുമ്പേ അവൻ്റെ രാജ്യക്കാകി നീതിക്കാകി തൗക്കപ്പെടുന്നവരായിരിക്കണം, ജീവിക്കുന്നവരായിരിക്കണം. അപ്പോൾ ദൈവം നമുക്ക് ശുഭവും കരുണയും നമ്മുടെ പുറകെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറകെ വരും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുകയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അന്യോന്യത്തിൽ നടക്കുകയും ചെയ്ത് നിത്യജീവന് ആര് ബാധ്യസ്ഥരാകുന്നോ അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിച്ച് നടക്കുന്നവരും ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നമ്മൾ വചനം വായിക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം. വചനം വായിക്കാൻ അറിയാൻ മേലാത്തവരെ മക്കളെ വിളിച്ചിരുത്തി അത് വായിച്ച് കേൾക്കണം, കേട്ടിട്ട് അതിന് പ്രകാരം ജീവിക്കണം. അവരാരാണ്? ഭാഗ്യവാന്മാർ. അതുപോലെ തന്നെ വെളിപ്പാട് 14-ാം അധ്യായം 13-ാമത്തെ വാക്യം, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിന് വേണ്ടി ജീവിച്ച് ആര് മരിക്കുന്നോ അവർ ഭാഗ്യവാന്മാർ. അവർ മരിക്കുകയല്ല പ്രിയ മക്കളെ, അവർ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അവർക്ക് നിദ്ര. അവരെ വിളിച്ചുണർത്താനായിട്ട് കർത്താവ് വരുന്ന സമയം അടുത്തു. നമ്മൾ റെഡിയാകുന്നതിന് മുമ്പേ അവരെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ പോകും. ഇവിടെ ബാക്കിയുള്ളവർ അവർ പോയി കഴിഞ്ഞ് അവരുടെ പുറകെ നമ്മൾ പോകുന്നത്. പ്രിയ മക്കളെ, അതിലും വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലില്ല. അതുപോലെ തന്നെ വെളിപ്പാട് 20-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധരുമാകുന്നു. 2 പുനരുത്ഥാനമുണ്ട്. അതിലൊന്ന്, കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനോടുകൂടി എടുക്കപ്പെടുന്നു. അതാണ് ആദ്യത്തെ പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തിൽ ആർക്ക് സാധിക്കുന്നു അവരാണ് ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരും. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, ദൈവമാണ് നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ വചനം വായിക്കണം, വചനത്തിൽ വേരൂന്നി വളരണം. വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു സാത്താനും നമ്മളോട് അടുത്ത് വരത്തില്ല, ഒരു കൂടോത്രവും നമ്മളോട് അടുത്ത് വരത്തില്ല, ആരും നമ്മളോട് അടുത്ത് വരാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേലുണ്ടെങ്കിൽ സാത്താൻ എന്നാ പറയുന്നതെന്നറിയോ? അയ്യോ, എന്നെ കത്തിക്കരുതേ, എന്നെ കത്തിക്കരുതേ എന്നാണ് സാത്താൻ വിളിച്ചു പറയുന്നത്. എന്നെ കത്തിക്കരുതേ, ഞാൻ പൊക്കോളാമേ എന്നാണ് വിളിച്ചു പറയുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേലുണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേലെ അടിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ മേലെ പെയ്യണം. നമ്മൾ ആറ്റരികത്ത് നിൽക്കുന്നതും ഇല വടാത്തതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതുമായ
ഒരു വൃക്ഷമായിരിക്കണം നമ്മൾ ഒരിക്കലും താളടിയായി പോവാൻ സമ്മതിക്കരുത്. നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും വചനം നമ്മുടെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും വചനം നമ്മുടെ വായിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ ഒത്തിരി പണമുള്ളവരോ ബാങ്ക് ബാലൻസ് ഉള്ളവരോ 4-5 കാർ മുറ്റത്ത് കിടക്കുന്നവരോ ഒന്നും ഭാഗ്യവന്തരല്ല മക്കളെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് വരികയോ ഒരു ഭയങ്കര ഭൂകമ്പം വരുകയോ ഒരു ഭയങ്കര മഴ വന്നാൽ മതി, എല്ലാം ഒലിച്ചടിഞ്ഞ്. കണ്ടില്ലേ, കഴിഞ്ഞ മാസം ദുബായിൽ ഭയങ്കര മഴ വന്ന് കാറെല്ലാം ഒഴുകിപ്പോകുന്നു. എത്രയോ വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണേലും 3-4 വർഷം മുമ്പേ എന്ത് കഷ്ടമാണ് ജനങ്ങൾ അനുഭവിച്ചത്. അതെന്തൊക്കെ നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അതേസമയം നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചാലും, ഭൂമിയുടെ ഏത് ഭാഗത്ത് കിടന്ന് മരിച്ചാലും, ഏത് രാജ്യത്ത് കിടന്ന് മരിച്ചാലും, ഏത് കടലിനടിയിൽ പോയി മരിച്ചാലും, നമ്മൾ എവിടെ പോയി കിടന്ന് മരിച്ചാലും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നവരായിരിക്കണം. അവരാണ് ഭാഗ്യവാന്മാർ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം, ആത്മപരവശയോടെ പ്രാർത്ഥിക്കണം. വചനത്തിൽ വേരൂന്നി വളരണം. വചനം ചുമ്മാ വായിച്ചിട്ട് കാര്യമാകത്തല്ല, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വേരൂന്നണം. വേരൂന്നില്ലെങ്കിൽ ഒരു ചെറിയ മഴ വരുമ്പോഴോ ഒരു വെയിലടിക്കുമ്പോഴോ എന്തായിപ്പോകും? വാടിപ്പോകും. നമ്മൾ വാടിപ്പോകുന്നവരായി തീരരുത്. നമ്മളെപ്പോഴും തഴച്ച് വളരുന്നവരായിട്ട്, എപ്പോഴും വചനത്തിൽ വേരൂന്നി വളരുന്ന മക്കളാക്കി നമ്മളെ തീർക്കണം. നമുക്ക് കടപ്പാരം വന്നാലും ശരി, രോഗം വന്നാലും ശരി, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തളർന്നു പോകരുത്. ദാനിയേലിൻ്റെ കയ്യിൽ എന്തെല്ലാം തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ആ കൂടെ ജോലി ചെയ്തവരെല്ലാം ശ്രമിച്ചു. ഒരു കുറ്റം അവന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരു കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ട് അവനൊരു തീരുമാനം, അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. ഇവൻ്റെ ദൈവത്തിനു വേണ്ടിയാണ് എപ്പോഴും 3 ആവർത്തി ഇവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അവൻ 4 കാലയിൽ 2 കൈ നിലത്ത് കുത്തി, 2 മുട്ടും കൈ നിലത്ത് കുത്തി അവൻ പ്രാർത്ഥിക്കുന്നത്. നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ അവൻ 3 ആവർത്തി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 ആവർത്തി യെരുശലേമിലേക്ക് വാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇവർ വന്ന് കണ്ടുപിടിച്ചിട്ട് അവരൊരു തീരുമാനമെടുത്തു, 30 ദിവസത്തേക്ക് രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് അവർ തീരുമാനമെടുത്തു. അവർ രാജാവിനോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാത്തവരെ എവിടെ ഇടുമെന്ന് തീരുമാനിച്ചോ? സിംഹങ്ങളുടെ ഗുഹയിൽ എടുത്തിടുവെന്ന്. അങ്ങനെ അവൻ പ്രാർത്ഥിക്കാതെ, രാജകൽപ്പന ലംഘിക്കാൻ പറ്റത്തില്ല. രാജാവിന് ദാനിയേലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാജാവ് ദാനിയേലിനെ രക്ഷിക്കാനായിട്ട് രാത്രി മുഴുവനും ഉറക്കളച്ച് തീരുമാനിച്ചു. പറ്റിയില്ല, ഇവർ സമ്മതിച്ചില്ല. രാജകൽപ്പന ലംഘിക്കരുതെന്നും പറഞ്ഞ് അങ്ങനെ രാജാവ് വളരെ ഭാരത്തോടുകൂടെ ഇവനെ ദാനിയേലിൻ്റെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടു. നമ്മുടെ ദൈവം എന്തു ചെയ്തു? സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ മധ്യത്തിൽ കൂടെ ദാനിയേൽ അതിൻ്റെ രോമങ്ങളിൽ കൂടെ അതിൻ്റെ മേത്ത് കൈയെല്ലാം സവറി ഇങ്ങനെ നടന്നു. നമ്മുടെ ദൈവം ആരാണ്? രാജാവിന് രാത്രി ഉറക്കം വരുന്നില്ല. രാജാവ് രാവിലെ എഴുന്നേറ്റ് പോയി, ദാനിയേലിനെ വിളിക്കുകയാണ്. ദാനിയേലിന് ദുഃഖ സൗണ്ടോടെ. ഉടനെ ദാനിയേൽ പറയുന്നു, ഞാൻ രാജാവിനും ദൈവത്തിനും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവം എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. രാജാവ് ധൈര്യമായിരിക്കാൻ. നമ്മുടെ ദൈവം ആരാണ്? ആര് പ്ലാനിട്ടോ അവരെ പിടിച്ച് സിംഹത്തിൻ്റെ ഗവിയല്ലിട്ടു, സിംഹത്തിൻ്റെ കൂട്ടിലിട്ടു. ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. അതുപോലെ പ്രിയ മക്കളെ,
നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വചനം നിൻ്റെ വായിലുണ്ടെങ്കിൽ വചനം നമ്മളിലും നമ്മൾ ദൈവത്തിലും ആയിരിക്കണം, ദൈവത്തിലും വസിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കഷ്ടം വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് സമസ്യകൾ വന്നാലും നമ്മൾ താളടിയായി പോകത്തില്ല. നമ്മൾ ലംഘനം ക്ഷമിച്ചും പാപം പറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനായി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും, എന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് കടഭാരമുണ്ടെങ്കിലും, നിങ്ങളുടെ എന്ത് പ്രശ്നവും ദൈവസന്നിധിയിൽ പറഞ്ഞ് കരഞ്ഞ് മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഒരു കൈ മേളിലോട്ട് ഉയർത്തുക, ഒരു കൈ വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ഇരിക്കുന്ന നിന്റെ മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നീ അവരെ അനുഗ്രഹിക്കണമേ അപ്പാ. ആരാണ് ഈ ലോകത്തിൽ ഭാഗ്യവാന്മാർ? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനപ്പാ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കർത്താവേ അപ്പ ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. പാപം ഇല്ല എന്ന്, എന്നിൽ പാപമൊന്നുമില്ല എന്ന് പറയുന്നവർ അവരെ തന്നെ വഞ്ചിക്കുന്നല്ലപ്പാ. ഒരിക്കലും വഞ്ചിക്കപ്പെടുവാൻ ഇടയാക്കല്ലപ്പാ. കർത്താവേ, നിന്നെ സ്തുതിച്ചോ ആരാധിച്ചോ നിന്റെ പാദപിടുത്തങ്ങൾ താണിരിക്കുന്ന മക്കളും താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളും ആക്കി തീർക്കണമേ അപ്പച്ച. ഏതെല്ലാം രോഗങ്ങളാൽ, ഏതെല്ലാം കഷ്ടങ്ങളാൽ ജനങ്ങൾ നിറലാടുത്തായിപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു വഴി തെളിയിക്കണമേ അപ്പാ. കർത്താവേ, നീ കൈവിടല്ലപ്പാ. നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ ഒരിക്കലും തള്ളിവിടുന്ന ദൈവമല്ലപ്പാ, ഉപേക്ഷിക്കുന്ന ദൈവമല്ലപ്പാ. കർത്താവേ, നീ തള്ളിക്കളയല്ലപ്പാ, നീ ഉപേക്ഷിക്കരുതപ്പാ. നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പാ. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടപ്പോൾ സിംഹത്തിൻ്റെ വായടച്ച ദൈവമേ, ആ ദൈവം ഇന്ന് ഞങ്ങളോടുകൂടെ വസിക്കുന്ന ദൈവമാകിയ ആ സ്തോത്രം. ചന്ദ്രമേശ അഭേന്ദ്രനെ തീച്ചുള്ളയിട്ടപ്പോൾ അപ്പാ നീ അവിടെ ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ച ദൈവമാണപ്പാ. ആ ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമാകിയ ആൾ സ്തോത്രപ്പാ. നീ കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. ഒരിക്കലും നെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാർക്കുന്ന സുവിശേഷ വേലകളെയും സുവിശേഷ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. കർത്താവേ, നീ കൈവിടല്ലപ്പാ. ഞങ്ങളെ നശിപ്പിക്കുന്നവരെ നീ നശിപ്പിക്കണമേ അപ്പാ. ഞങ്ങളാൽ ഒന്നിനും കഴിവില്ലപ്പാ, നീ പ്രവർത്തിക്കണമേ കർത്താവേ. അതിനകത്ത് ആ തീപ്പൊയ്യൽ കടന്ന് നിറലാടുമ്പോൾ കർത്താവേ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പലരും പറയുവാൻ ഇടയാക്കല്ലപ്പാ. ഇപ്പോൾ തന്നെ കർത്താവേ, അവർ സത്യദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നീ സഹായിക്കണമേ. കൈവിടല്ലപ്പാ. അപ്പാ, കടഭാരത്താൽ കഷ്ടപ്പെടുന്നവരുടെ കടഭാരം മാറ്റിക്കൊടുക്കണമേ. ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ നിറലാടുന്നപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, സ്വർഗത്തിൽ പോവാൻ ഒരു വഴി തെളിയിക്കണമേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.